നമ്മളുടെ IOയുടെ സിലബസിനകത്ത് ഫിസിക്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിസിക്സിനകത്ത് നമുക്ക് 3 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫിസിക്സ് 30 മാർക്കിനാണ്. ഈ 30 മാർക്കിനുള്ള ഫിസിക്സിനെ 3 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ അപ്ലൈഡ് ഒപ്റ്റിക്സ് ആണ്. അപ്ലൈഡ് ഒപ്റ്റിക്സ് 10 മാർക്ക്. സെക്കൻഡ് സെക്ഷൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് 10 മാർക്ക്. തേർഡ് സെക്ഷൻ അക്കൗസ്റ്റിക്സ് ആണ് 10 മാർക്ക്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗസ്റ്റിക്സ് ആണ്. അക്കൗസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗസ്റ്റിക് വേവ്സ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി എന്നതാണ്. അപ്പോൾ ഈ അക്കൗസ്റ്റിക് വേവ്സ് ഒക്കെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എന്താണ് അക്കൗസ്റ്റിക്സ്? അക്കൗസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അക്കൗസ്റ്റിക്സ് ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. എന്തിനെക്കുറിച്ചാണ് അക്കൗസ്റ്റിക്സ് ഡീൽ ചെയ്യുന്നത്? ജനറേഷൻ, റിസപ്ഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് സൗണ്ട്. ഇതാണ് അക്കൗസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്താ അക്കൗസ്റ്റിക്സ്? ജനറേഷൻ, റിസപ്ഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് സൗണ്ട്. ഇതിനെയാണ് നമ്മൾ അക്കൗസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ജനറേഷൻ, റിസപ്ഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് സൗണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗസ്റ്റിക് വേവ്സ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയുടെ ബേസിൽ അക്കൗസ്റ്റിക് വേവ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? അപ്പം സൗണ്ട് വേവ്സിനെ അല്ലെങ്കിൽ അക്കൗസ്റ്റിക് വേവ്സിനെ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫ്രീക്വൻസിയുടെ ബേസിൽ. ഇൻഫ്രാസോണിക്സ് ഉണ്ട്, ഓഡിബിൾ ഉണ്ട്, അൾട്രാസോണിക്സ് ഉണ്ട്. എന്താണ് ഇൻഫ്രാസോണിക്സ്? ഇൻഫ്രാസോണിക്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ബിലോ 20 ഹെഡ്സ് ആണ് ഇൻഫ്രാസോണിക്സ്. ഫ്രീക്വൻസി ബിലോ 20 ഹെഡ്സ് ആണ് ഇൻഫ്രാസോണിക്സ്. ഇത് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല, ഇത് ഇൻഓഡിബിൾ ആണ്. ഇത് നമ്മൾ മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കില്ല. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിലരെയൊക്കെ നിങ്ങൾക്ക് അറിയാം. ആരൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എലഫൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആന പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ്. വെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യും. റൈനോസറസ് പ്രൊഡ്യൂസ് ചെയ്യും. ജിറാഫ്, അലിഗേറ്റർ, ഇവരൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സോ ഇൻഫ്രാസോണിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ ആരൊക്കെയാണ്? എലഫൻറ്റ്, വെയിൽസ്, റൈനോസറസ്, ജിറാഫ്, അലിഗേറ്റേഴ്സ്, ഇവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇൻഫ്രാസോണിക്സ്. ഇനി ഈ ഇൻഫ്രാസോണിക്സിൻ്റെ ഒരു പ്രത്യേകത, ഇവർക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഡിഫറെൻറ്റ് മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിൾ ആരാന്നറിയോ? നമ്മുടെ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ വരുന്ന വേവ്സ് ഇല്ലേ, അവർ ഇൻഫ്രാസോണിക്സ് ആണ്. ഓഷൻ വേവ്സ് ഇൻഫ്രാസോണിക്സ് ആണ്. വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എർത്ത് ക്വേക്ക്, അത് ഇൻഫ്രാസോണിക്സ് ആണ്. അതുപോലെ വെയിലിൻ്റെ സൗണ്ട് നമ്മൾ പറഞ്ഞു. വെയിലിനും എലഫൻറ്റിനും അലിഗേറ്റേഴ്സിനും ജിറാഫിനും റൈനോസറസിനുമൊക്കെ ഇൻഫ്രാസോണിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ ഫിനോമിനാസ് പഠിക്കാൻ നമ്മൾ ഇൻഫ്രാസോണിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഇൻഫ്രാസോണിക്സ്? ഫ്രീക്വൻസി ബിലോ 20 ഹെഡ്സ് ഉള്ള സൗണ്ടാണ് ഇൻഫ്രാസോണിക്സ് എന്ന് പറയുന്നത്. ഇത് കേൾക്കാൻ സാധിക്കുമോ? കേൾക്കാൻ സാധിക്കില്ല. എർത്ത് ക്വേക്ക് വേവ്സ്, എർത്ത് ക്വേക്കിൻ്റെ സമയത്തുണ്ടാകുന്ന വേവ്സ് ഇൻഫ്രാസോണിക്സ് ഉണ്ട്. വെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എലഫൻറ്റ്, ജിറാഫ്, റൈനോസറസ്, അലിഗേറ്റേഴ്സ്, ഇവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ഫിനോമിനാസിനെ കുറിച്ച് പഠിക്കാൻ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഇൻഫ്രാസോണിക്സിന് ലോങ് ഡിസ്റ്റൻസ്, ഡിഫറെൻറ്റ് മീഡിയാസിൽ കൂടെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എന്താണ് ഓഡിബിൾ സൗണ്ട് എന്ന് നോക്കാം. ഓഡിബിൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന സൗണ്ട്. അപ്പോൾ അവരുടെ ഫ്രീക്വൻസി ഏതിനൊക്കെ ഇടയിലായിരിക്കും? പഠിച്ച കാലത്ത് മരിച്ചു കിടന്ന് പഠിച്ച 20 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ്, 20 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ് പഠിച്ചതല്ലേ? അപ്പം ഓഡിബിൾ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. അതുപോലെ ഇതിനകത്ത് ഏതൊക്കെ സൗണ്ട് വരും? എന്തിനാ ഇത്ര കൺഫ്യൂഷൻ? നമ്മൾ കേൾക്കുന്ന എല്ലാ സൗണ്ടും വരും ഇല്ലേ? മ്യൂസിക് വരും, സ്പീച്ച് വരും, എന്തിനാ നോയ്സ് വരും, നോയ്സ് പൊല്യൂഷൻ ഇതിനകത്ത് വരും. അങ്ങനെ നമ്മൾ കേൾക്കുന്ന എല്ലാ സൗണ്ടും എവിടെ വരും? ഓഡിബിൾ സൗണ്ടിൽ വരും. ഇനി നമുക്ക് നോക്കാനുള്ളത് ആരെയാണ്? അൾട്രാസോണിക്സിനെയാണ്. അൾട്രാസോണിക് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി എവിടെ പോയി? 20,000 ഹെഡ്സിന് മുകളിൽ പോയി. ഫ്രീക്വൻസി എബവ് 20,000 ഹെഡ്സ് അല്ലെങ്കിൽ 20 കിലോ ഹെഡ്സിന് മുകളിലാണ്. ഇത് കേൾക്കാൻ സാധിക്കുമോ? ഇതും കേൾക്കാൻ സാധിക്കില്ല. ഇതും ഇൻഓഡിബിൾ ആണ്. എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കുറേ ഫീൽഡിൽ യൂസ് ചെയ്യും. കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് അൾട്രാസോണിക്സിന്. എവിടെയൊക്കെയാണ്? മെറ്റീരിയൽ ടെസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ക്ലീനിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് അതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസോണിക്സിൽ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ഉണ്ട്. മെറ്റീരിയൽ ടെസ്റ്റിങ്, ഇൻഡസ്ട്രിയൽ ക്ലീനിങ്, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ്. അൾട്രാസോണിക്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? നമ്മുടെ ഡോഗ്സ്, ബാറ്റ്സ്, ഡോൾഫിൻ, മോസ്കിറ്റോ, ഇവർക്കൊക്കെ അൾട്രാസോണിക്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ആരൊക്കെയാണ്? ഡോഗ്,
ബാറ്റ്, മൊസ്കിറ്റോ, ഡോൾഫിൻ ഇവർക്കൊക്കെ. അതുപോലെ അൾട്രാസോണിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസാണ് കേട്ടോ ട്രെയിൻ സിഗ്നലിങ്ങിന് അൾട്രാസോണിക്സ് യൂസ് ചെയ്യാറുണ്ട്. ട്രെയിൻ സിഗ്നലിംഗ്. ഇനി എന്താ ഈ ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞാൽ ഡോഗ്സിൻ്റെ പട്ടിക്കുള്ള വിസിലാണ് ഗാൾട്ടൺ വിസിൽ. അപ്പോൾ ഓർക്കാൻ എളുപ്പമുണ്ട്, ഗാൾട്ടൺ പട്ടി, അങ്ങനെ ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത് കേട്ടോ, രണ്ടിനും ഇട്ടാണ്ട്. അപ്പോൾ ഗാൾട്ടൺ വിസിൽ ആർക്കുള്ള വിസിലാണ്? പട്ടിക്കുള്ള വിസിൽ. എന്താ പ്രത്യേകത? അൾട്രാസോണിക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 23 kHz മുതൽ 54 kHz വരെയുള്ള സൗണ്ടൊക്കെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കേൾക്കാൻ പറ്റുമോ? നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ അവർക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി, പട്ടിയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നത്. PSCക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ക്വസ്റ്റ്യൻ, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ ഓഡിബിൾ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി ഓപ്ഷൻസ് തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 20,000 Hz 20 Hz ആണ്. 20 Hz മുതൽ 20,000 Hz വരെ. ഇത് തിരിച്ചു മറിച്ചുമൊക്കെ ചുമ്മാ സീറോയുടെ എണ്ണം കൂട്ടിയും കുറച്ചുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന അനുസരിച്ചിരിക്കും നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് മാർക്ക് കിട്ടുന്നത്. സോ താങ്ക് യു.